ബാല്യകാല ഉറ്റ സുഹൃത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ് പുലർകാലെ തന്നെ വണ്ടി പിടിച്ച് മലയടിവാരത്തിറങ്ങി മലവട്ടം കയറി വീട്ടിലെത്തുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, താടിയും മുടിയും നീട്ടി വളർത്തി അത്ഭുതസ്തബ്ധനായി നിൽക്കുന്ന ഗോപാലനെയാണ്. എൻ്റെ ഗോപാല എന്നുള്ള വിളി കേട്ടപ്പോൾ അവൻ മനസ്സിലായി എന്നെ കെട്ടിപ്പിടിച്ചു. തുടർന്ന് വർത്തമാനങ്ങൾ തുടങ്ങി. ഇതിനിടയിൽ അവൻ്റെ അമ്മ കൊണ്ടുവന്ന ചക്കപ്പഴവും കട്ടൻ ചായയും വയറ് നിറയെ കഴിച്ചു. ഉച്ചയാവാറായപ്പോൾ ചക്കക്കൂട്ടാനും മുളക് ചമ്മന്തിയും ചോറും അവൻ്റെ അമ്മ ആവോളം തന്നു. 4 മണിയായപ്പോൾ ചക്കപ്പുഴുക്കും കട്ടൻ ചായയും വീണ്ടും. ഇനി ബസ്സില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നാൽ ഇവിടെ തന്നെ തങ്ങാമെന്ന് തീരുമാനിച്ച് കിടക്കാൻ നേരം അത്താഴത്തിനും ഇതൊക്കെ തന്നെ വിഭവങ്ങൾ. കിടക്കാൻ നേരം അവൻ്റെ അമ്മ എന്തോ പരതുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, തലേണയായിരിക്കുമല്ലേ? എന്നാൽ ചക്ക തന്നെ ഒരെണ്ണം തന്നാലും വിരോധമില്ല എന്നുള്ള വർത്തമാനം കേട്ട് അമ്മ ചിരിച്ചു. പുറകാലെ ഞാൻ വണ്ടി വിടുമ്പോൾ എൻ്റെ തലയിൽ ആ ചക്കയും ഉണ്ടായിരുന്നു.